പഹൽഗാം ആക്രമണത്തിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിലും പ്രതിഷേധം. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ പ്രതിഷേധക്കാരെ സുരക്ഷാ സേന തടഞ്ഞു. പ്രതിഷേധക്കാർ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചു. അതിനിടെ പാകിസ്ഥാൻ വിലക്കേർപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യൻ എയർലൈൻസുകൾ പാക് വ്യോമപാത ഒഴിവാക്കിയതായും റിപ്പോർട്ടുകൾ വരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ ആദ്യം നമ്മുടെ വിമാനപാത നമ്മുടെ ഇന്ത്യൻ ഫ്ലൈറ്റുകൾക്ക് അതുവഴി പോകാൻ അനുവാദം നിഷേധിക്കുകയായിരുന്നു പാകിസ്ഥാൻ ചെയ്തത്. അതനുസരിച്ച് നമ്മുടെ വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു എന്നാണോ? ആ വ്യോമപാത നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചത്? SKN ഇപ്പോൾ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ ഒന്നൊന്നായി ഇങ്ങനെ വരികയാണ്. ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യയുടെ വന്നു, പിന്നീട് ഇൻഡിഗോയുടെയൊക്കെ തന്നെ വാർത്താക്കുറിപ്പുകൾ വരുന്നുണ്ട്. യാത്രക്കാർക്ക് ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളോട് സഹകരിക്കണം. നിലവിൽ വ്യോമപാത അടച്ചതോടുകൂടി തന്നെ പാകിസ്ഥാന് മുകളിലൂടെയുള്ള സഞ്ചാരം ഇനി സാധ്യമല്ലാതാവും. ഇങ്ങനെ ഒരു പ്രഖ്യാപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നതിന് തൊട്ടു പിന്നാലെയാണ് എയർലൈനുകൾ റൂട്ട് മാറ്റി തുടങ്ങിയത്. ഇപ്പോൾ പാകിസ്ഥാനെ ഒഴിവാക്കി അറേബ്യൻ സീയിലൂടെ, അറബിക്കടലിലൂടെ, ഗുജറാത്തിലൂടെ ഇന്ത്യയിലേക്ക് കയറുന്ന തരത്തിൽ അതിന്റെ റൂട്ട് മാറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യാത്രാ സമയം അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. അത്തരത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളോട് യാത്രക്കാർ സഹകരിക്കണം എന്നതാണ് എയർലൈനുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എയർലൈനുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റൂട്ട് മാറ്റുമ്പോൾ അതിന് അനുസരിച്ച് യാത്രാ ചെലവ് കൂടുകയും ചെയ്യും. അതൊക്കെ അവർ ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് എയർലൈനുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും എന്ന കാര്യം അത് യാഥാർത്ഥ്യവുമാണ്. ഏതായാലും അതിനുള്ള ക്രമീകരണങ്ങൾ എയർലൈനുകൾ ചെയ്യുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ എത്തുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഹൈക്കമ്മീഷനകത്തേക്ക് കയറാൻ വേണ്ടി അവർ ശ്രമിച്ചു ഇന്ന് പകൽ എന്നതുകൂടി ഈ ഒരു സമയത്ത് കാണേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിൽ ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ എത്തിയത് നമ്മൾ ലൈവായി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് തീൻമൂർത്തി മാർഗിൽ വലിയ പ്രതിഷേധം, 100 കണക്കിന് ആളുകൾ അണിനിരുന്ന പ്രതിഷേധം. അവരും ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെങ്കിലും പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞ് അവരെ മടക്കി അയക്കുകയായിരുന്നു. ഇസ്ലാമാബാദിലും ഏതാണ്ട് അതേ നിലപാട് തന്നെ സുരക്ഷാ ഏജൻസികൾ സ്വീകരിച്ചു. ഹൈക്കമ്മീഷനകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം അവരെ തടഞ്ഞ് മടക്കി അയക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു ആക്രമണം നടത്തിയതിന് പിന്നാലെയും ഇസ്ലാമാബാദിൽ ഉയരുന്നു എന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രകോപനപരമാണ്. ഏതായാലും ഇന്ത്യ ഒരു ആക്രമണത്തിന് തുനിയുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന ഒരു വാദമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെടില്ല എന്നുകൂടി ഒരു വെല്ലുവിളി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. നദീജലവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു യുദ്ധമായി തന്നെയാണ് ഇതിനെ കാണുന്നത് എന്നതാണ് പാകിസ്ഥാന്റെ ഒരു നിലപാട്. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ നദീജലം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം എന്നതുകൂടി അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ അട്ടാരിയിൽ ഈ അതിർത്തിയിൽ നേരത്തെ പതാക താഴ്ത്തുന്ന ചടങ്ങിൽ ഗേറ്റുകൾ തുറക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ചടങ്ങ് നടന്നപ്പോൾ ഗേറ്റുകൾ തുറന്നില്ല എന്നതുകൂടി ഇന്ന് വൈകിട്ട് ഒരു പ്രത്യേകതയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. SKN. ഓക്കെ, നമുക്കപ്പം ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത്. വീണ്ടും ശ്രീനഗറിൽ നിന്ന് നമുക്കപ്പം ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ എടുത്ത ചില കൃത്യമായ നിലപാടുകൾ പാകിസ്ഥാൻ അസ്വസ്ഥ പൂണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ശ്രീനഗറിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അവിടെ സുരക്ഷാ സേന കടുത്ത ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതുപോലെ ഈ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? പഹൽഗാമിൽ അത് ശാന്തമാണ്. മാത്രമല്ല, പഹൽഗാമിലെ പാർക്ക് തുറന്നത് സംബന്ധിച്ച് ഇന്ന് സർവകക്ഷി യോഗത്തിൽ തർക്കമുണ്ടായി. ഇത് സുരക്ഷാ സേന അറിഞ്ഞിരുന്നില്ല എന്ന രീതിയിലാണ് സർക്കാർ പറഞ്ഞതെന്ന് അവിടെ അഭിപ്രായമുയർന്നു. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് എന്താണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നതും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ? SKN, ഈ പെഹൽഗാമിലെ പാർക്ക് തുറന്നതുമായി ബന്ധപ്പെട്ട് ഈ പാർക്ക് എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പാർക്കാണ്. 4 വശവും വേലി കെട്ടി സംരക്ഷിച്ച ഒരു പാർക്കാണ്. ഇവിടെ അതൊരു സ്വകാര്യ കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഏജൻസിക്ക് അത് നടത്തിപ്പിന് കരാർ കൊടുത്ത ഒരു പാർക്കാണ് എന്നും ശ്രദ്ധേയമാണ്. അതിലേതെങ്കിലും തരത്തിൽ സുരക്ഷ കഴിഞ്ഞ വർഷങ്ങളിലോ മറ്റോ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി വ്യക്തമല്ല. അവിടെ സംസാരിച്ച നാട്ടുകാർ അടക്കമുള്ളവർ സാധാരണ നിലയിൽ സമാധാനപരമായി
സുരക്ഷാപരമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇവിടെ പുലർത്തേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ 26 വർഷത്തിനിടെ ഇത്തരത്തിലൊരു സംഭവം സ്ഥലത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ SKN ഈ ഭീകരാക്രമണം എന്നുള്ളത് ജമ്മു കശ്മീരിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. സമാധാനത്തിലേക്ക് ജമ്മു കശ്മീർ പോകുന്നു. കഴിഞ്ഞ 4 വർഷമായി കാര്യമായ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വലിയ വളർച്ച ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സംസ്ഥാനത്തേക്ക് എത്തുന്നത്. ജനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഭയം അകന്ന് വീണ്ടും ജമ്മു കശ്മീരിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. അത് ജനങ്ങളെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സൈന്യത്തെയോ പോലീസിനെയോ ആക്രമിക്കുന്നതിന് അപ്പുറത്തേക്ക് സാധാരണക്കാരെ, നിഷ്കളങ്കരായ ആളുകളെ ആക്രമിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഭീകരവാദികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ വിദേശികളടക്കം നിരവധി പേർ സംസ്ഥാനത്തെ പല ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ആകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനഗറിൽ നേരത്തെ തന്നെ അത്യന്തം ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സൈനിക കേന്ദ്രങ്ങൾ അടക്കമുള്ളവ ഉണ്ട്. സൈനിക വിമാനത്താവളമാണ് ശ്രീനഗറിലേത്. അതിർത്തിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന നിർണായകമായ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. ഈ ഒരു അക്രമത്തിന് ശേഷം ശ്രീനഗറിൽ കൃത്യമായി എല്ലാ പ്രധാന കവലകളിലും റൂട്ട് മാർച്ച് നടത്തുന്നുണ്ട് സുരക്ഷാ സേന. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും. ഒപ്പം തന്നെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ അകലത്തിൽ സൈനിക വിന്യാസം CRPF ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ കൃത്യമായി പരിശോധിച്ച് മാത്രമാണ് കടത്തിവിടുന്നത്. അസ്വാഭാവികമായി സംശയാസ്പദമായി എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവരെ പരിശോധിച്ച് രേഖകൾ പരിശോധിച്ച് മാത്രമാണ് കടത്തിവിടാൻ അനുവദിക്കുന്നത്. ഇത്തരത്തിൽ ഈ ശ്രീനഗർ അടക്കം ജമ്മു കശ്മീരിലെ പ്രധാന നഗരങ്ങളിൽ എല്ലാം തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി ശ്രീനഗറിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. സൈന്യം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ റോഡിൽ ഉൾപ്പെടെ സൈനിക വിന്യാസമുള്ള ഒരു അവസ്ഥ ഇന്ന് വൈകിട്ടോടെ ശ്രീനഗറിൽ ഉണ്ട്. നാളത്തെ കരസേനാ മേധാവിയുടെ സന്ദർശനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രത്തോളം കനത്ത സുരക്ഷ ഒരുക്കുന്നത്. സാധാരണ നിലയിൽ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ കരസേനാ മേധാവി നേരിട്ട് സംസ്ഥാനത്തെത്തുന്ന പതിവില്ല എങ്കിൽ ഇവിടെ ഇത് എത്രത്തോളം ഗൗരവത്തോടെയാണ് സൈന്യവും കണ്ടിരിക്കുന്നത് എന്ന് ഉള്ളത് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം. ഈ സന്ദർശനത്തിൽ ഈ സൈന്യത്തിന് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഒപ്പം തന്നെ എന്താണ് തുടർ നടപടികൾ എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നമുക്കിപ്പം ചേർന്നത്.